നമുക്ക് പുതിയ പല വിവരങ്ങളും കിട്ടുന്നുണ്ട്. അതിലൊന്ന്, ഈ ശിവസേന മഹാരാഷ്ട്രയിൽ ഷിൻഡെ പക്ഷത്ത് ശിവസേനയിൽ നിന്നുള്ള 7 MP-മാർ ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഞങ്ങളെയും കൂടെ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള എണ്ണം തയ്ക്കാൻ പറ്റില്ലേ, ഞങ്ങളെയും കൂടെ കൂട്ടുമോ എന്ന് ചോദിച്ച് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പുതിയ വിവരം. അപ്പോൾ ഇങ്ങനെ മറുകണ്ഠം ചാടാനും മുന്നണികൾ മാറാനും തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമോ? സർക്കാർ രൂപീകരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് ഒരു പ്രോബ്ലം എന്ന് വെച്ചാലേ, അങ്ങനെ സർക്കാർ രൂപീകരിച്ചിട്ട് എന്ത് കാര്യമാണ്? സർക്കാർ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല. കോൺഗ്രസിന് ഈ രീതിയിൽ നശിപ്പിച്ച കോalition സഖ്യങ്ങളാണ്. കാരണം അവർ ഇപ്പോൾ കഴിഞ്ഞ UPA 2 ഗവൺമെൻറ്റുകൾ നടത്തിയ അഴിമതിയുണ്ട്. ഈ അഴിമതി നടത്തിയ ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരല്ല, DMK-കാരൊക്കെയാണ്. പക്ഷെ അതിന് പാവകാലം മൊത്തം കോൺഗ്രസിൻ്റെ തലയിലായി. അത് പറഞ്ഞുകൊണ്ടാണ് അന്നാ ഹസാരെ സമരം ചെയ്തത് 2G. അതിൻ്റെയൊക്കെ ക്രെഡിറ്റാണ് BJP പിന്നെ അധികാരത്തിൽ വന്നത്. അപ്പോൾ കോൺഗ്രസ് ഇനി ഇവർ തന്നെ ആയിരിക്കും ഭരിക്കുക. ഇതൊരു സിരിസേന പരിപാടിയായിരിക്കും. ഇപ്പം രാജപക്ഷ എന്നുള്ള ശക്തനായ പ്രസിഡന്റ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രീലങ്കയിൽ സിരിസേനൻ്റെ സഖ്യം ഉണ്ടായി. അത് സിരിസേന ഇദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിയായിരുന്നു. പക്ഷേ ആ സഖ്യത്തിൻ്റെ അവസാനം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞ് ജനത്തിനും അടുത്ത ആളെ വോട്ട് ഔട്ട് ചെയ്തു. പക്ഷെ അന്നത്തേക്ക് അവിടെ എക്കോണമി തകർന്ന് തരിപ്പണമായിരുന്നു. രാജപക്ഷ അവസാനം നാട് വിട്ട് പോകേണ്ടി വന്നു രണ്ടാമത് വന്നപ്പോൾ. ഇപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് അനാർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓരോ വകുപ്പുകൾ ഇവരുടെ സാമ്രാജ്യമായിരിക്കും. ഇന്ത്യ പോലെ വലിയ വെല്ലുവിളിയെ നേരിടുന്ന രാജ്യത്തിന് ഇത്തരം ഒരു കോalition സെറ്റപ്പിലൂടെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനാധിപത്യമൊക്കെ പുഷ്കലമാവും, പക്ഷെ രാജ്യം ഇല്ലാതായി പോകും. ജനാധിപത്യം പുഷ്കലമാകും, കോടതികൾ ശക്തിപ്പെടും, പ്രസ് ശക്തിപ്പെടും, രാജ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ലിബറലാകാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആളുകൾ ചുറ്റുപാടുമുണ്ട്, കഴുകാൻ കണ്ണോട് കൂടിയിട്ട്. അവർ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ തന്നെ വിലക്കെടുത്ത് രാജ്യത്തെ ഛിദ്രമാക്കി കളയും. അതിനുള്ള പൈസ ഉള്ള വലിയ ആളുകൾ, ഖലിസ്ഥാനവാദികളൊക്കെ എപ്പോഴും വളരെ ലൈവാണ്. പഞ്ചാബിലൊരു ഇസ്രായേൽ ഉണ്ടാക്കാനാണ് അവരുടെ ഉദ്ദേശം. അതുപോലെ നോർത്ത് ഈസ്റ്റുമായിട്ട് കൂടി ചേർന്ന് ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്ന അമേരിക്കയുണ്ട്. അതാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്കും ഗുണം ഉണ്ടാവില്ല, ബംഗ്ലാദേശിനും ഗുണം ഉണ്ടാവില്ല, അമേരിക്കയ്ക്ക് ഗുണം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരിടുന്ന ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയും ഒരു ഏക പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സംവിധാനം വരണം. അതില്ലാതെ വന്നിട്ട് കാര്യമില്ല. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മോഡിക്ക് പകരം സെറ്റപ്പ് ഉണ്ടാക്കാണ് ഉദ്ദേശമെങ്കിൽ അവരുണ്ടാക്കാൻ മതി. പക്ഷേ രാജ്യത്തിന് ദോഷം ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം എന്നുള്ളത്, BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ല. ഈ ഘടകകക്ഷികളെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അവർ വയ്ക്കുന്ന ഡിമാൻഡുകളും അംഗീകരിക്കേണ്ടി വരും ഒരു പരിധി വരെ. അല്ല, BJPയെ സംബന്ധിച്ച് BJP പവർഫുൾ ആണ്. 240 സീറ്റ് ഉണ്ട്. ഇന്ത്യയിലുടനീളം RSSന്റെ സെറ്റപ്പ് ഉണ്ട്. ഇത്രയും കാലം ശേഖരിച്ച് വെച്ച് ഇവരൊക്കെ പൂട്ടാനുള്ള സാധനങ്ങൾ, ഇവരുടെയൊക്കെ വൈസസ് എന്താ നോക്കി പിടിച്ചുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്നതിൻ്റെ ഇപ്പം പോലീസിലും ഒക്കെ തന്നെ 10 വർഷമായിട്ടുള്ള ശക്തമായ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് മാത്രമല്ല അവരുടെ ഘടകകക്ഷികൾ അവരുടെ കൂടെ ഇലക്ഷൻ്റെ മുമ്പേ ഉള്ളതാണ്. കുറച്ചും കൂടി എളുപ്പം അവരെ സ്വാധീനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്താൻ പറ്റും. പക്ഷേ മറ്റേടത്തിൽ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ഇവരുടെ മുന്നിൽ ദുർബലനാണ്. BJPയുടെ മുന്നിൽ ശക്തനായ എതിരാളിയായിരിക്കും, പക്ഷേ ഘടകകക്ഷികളുടെ മുന്നിൽ ദുർബലനാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ട് പോലും അക്ഷരം വേണ്ടിയില്ല. ഡൽഹിയിൽ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അടിച്ച് നടത്തിയിട്ട് പോലും അദ്ദേഹം കാര്യമായിട്ടൊന്നും വേണ്ടിയില്ല. യെച്ചൂരിയോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ ഓഫീസിനോട് ഇങ്ങനെ ചെയ്തത്. യെച്ചൂരി അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പിന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അവരൊക്കെ വെറുതെ വിട്ടെന്ന് മാത്രമല്ല പിന്നെ വലിയ സ്വീകരണം കൊടുത്ത് സംസ്ഥാന നേതാക്കന്മാരായി വെച്ചിരിക്കുക സഭക്കാരൻ മൊത്തം. അതാണ് രാഹുൽ ഗാന്ധി. മോഡിക്കെതിരെ മൂപ്പര് പാർട്ട്, പക്ഷേ ഈ ഘടകകക്ഷികളെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ അങ്ങനെ ഒരു, എനിക്കറിയില്ല, ഇപ്പോൾ അത്യാവശ്യം ബുദ്ധി ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ 2 കൂട്ടരും NDAയും ഇന്ത്യ സഖ്യവും തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറുപക്ഷത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ആരെയൊക്കെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കാര്യമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ ഇറങ്ങുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെയും ഭരണത്തിലേറണം എന്നുള്ള ചിന്തയുമായിട്ട് മാക്സിമം ആളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചിന്തയുമായി ഇറങ്ങുകയാണ്. അപ്പോൾ ഭരണം നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഫണ്ട് വരുന്നതിനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് അത്തരം ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവുമോ? അല്ല, ഫണ്ടൊക്കെ വരും. ഫണ്ടിന് വേണ്ടി സ്കാമ്പിൾ ഫോർ ഫണ്ടായിരിക്കും, ഒരു അടിപിടി കൂടുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ താല്പര്യം വേറൊരാൾക്ക് വിരുദ്ധമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ പറയുന്ന അഴിമതിയൊക്കെ BJPനെ പോലെ ഇതൊന്നും
രഹസ്യമായി ചെയ്യാൻ പറ്റില്ല. BJPയുടെ സമയത്ത് അഴിമതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ അഴിമതി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോടതി വിധിയൊക്കെ BJP അനുകൂലമാണ്. ചിലപ്പോൾ നാളെ ആയിരിക്കും ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തുള്ള അഴിമതികളൊക്കെ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തും പിന്നെയാണ് പുറത്ത് വന്നത്. അത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് തരാൻ കാരണം അജിത് ഡോവലിനെ ഇവർ തെറ്റിച്ചതാണ്, അജിത് ഡോവലായിട്ട് ഉടക്കിയതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അതും വരില്ല. അപ്പം മോഡി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇപ്പം വലിയ ഡീൽസൊക്കെ നടക്കും, വലിയ കിക്ക് ബാക്ക് നടക്കുക, ഇൻ്റർനാഷണലിൽ ഉള്ളതാണ്. അതിവിടെ അഴിമതി എന്ന് പറയും, ഇൻ്റർനാഷണലി അത് ലീഗലാണ്. അപ്പോൾ അത്ര വല്ലതും ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അതൊക്കെ വരും. പക്ഷേ ഇത് BJP ആകുമ്പോൾ എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവും. ആരെന്ത് മേടിക്കണം, എവിടെ പോകണമെന്ന കാര്യത്തിൽ ഒരു കൺട്രോൾ ഉണ്ട് ഫൈനലി. ഇത് ഫൈനലി ഇതിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ RSS ഇടപെടുകയും ചെയ്യും. അങ്ങനെ സംവിധാനം അപ്പുറത്തില്ലല്ലോ. അല്ലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരും. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി പവർഫുൾ ആവും. രാഹുൽ ഗാന്ധിക്ക് ഒരു ഗുണമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പവറിനോട് അർത്ഥമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പവർഫുൾ ആണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പവർഫുൾ ആണോ? അദ്ദേഹത്തിൻ്റെ പാർട്ടി തൽക്കാലം പവർഫുൾ അല്ല. ഇവന്മാരുടെ സഹായം കൊണ്ടല്ലേ. ഇപ്പൊ ഈ ജയിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ജാതി വോട്ടുണ്ട് ഉത്തരേന്ത്യയിൽ. ആ ജാതി വോട്ട് കൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കൊണ്ടൊക്കെയാണ് ജയിച്ചത്. പിന്നെ ആ യോഗി ഓടി നടന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ്, ഗുണ്ടകളെ. അപ്പോൾ ഗുണ്ടകളുടെ പിന്നിൽ ഒരു സമുദായമൊക്കെ ഉണ്ട്. ആ സമുദായം കൂടി എന്ത് ചെയ്യും? യോഗിക്കെതിരെ വോട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ് ജയിച്ചത്. അതിനുള്ള വിദേശ രാജ്യങ്ങളെ കളിയുണ്ടാവും. കാരണം അത് ഇന്ത്യ പവർഫുൾ ആവുക എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്ത്യ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇന്ത്യ ഏകശിലാത്മകമായി നിൽക്കാൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ പ്രശ്നം ഇതിന് സ്വന്തമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെ വിൽക്കാൻ പറ്റും. പിന്നെ ഈ രാജ്യത്തിനെന്ന് വെച്ചാൽ ഒരുവിധം ലോകരാജ്യങ്ങൾ എല്ലാ ക്ലബിലും നമ്മൾ മെമ്പറാണ്. സ്പേസ് ക്ലബ്ബ്, ന്യൂക്ലിയർ ക്ലബ്ബ്, എല്ലാത്തിനും നമ്മൾ മെമ്പറാണ്. അത് മോഡി ആക്കിയൊന്നല്ല, എല്ലാ കോൺഗ്രസ് ഗവൺമെൻറ് പിന്നെ മോഡി കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളൂ. മോഡി വന്ന സമയത്ത് വ്യത്യാസം ശക്തരായ പവർഫുള്ളായ മിനിസ്റ്റർ ഒരു എന്തുണ്ടായി, ഗവൺമെന്റ്, ഒരു ഭരണാധികാരി, ഒരു ഗവൺമെന്റ് ഉണ്ടായി. ഒരു ശക്തമായ നേഷണലിസ്റ്റിക് ആയിട്ടൊരു വിഷൻ വന്നു. അതാണ് പ്രശ്നം. അവരുടെ വിഷനിൽ ഒരു പക്ഷേ സങ്കുചിതത്വമൊക്കെ ഉണ്ടാകും. പക്ഷേ ആഫ്റ്റർ ഓൾ ആ വിഷനിൽ ആ സങ്കുചിതത്വമൊക്കെ വരിക ചെയ്ത് രാജ്യത്തിന് ഏറ്റവും നല്ലതാണ്. രാജ്യം ഇന്നത്തെ കാലത്ത് ഏകശിലാത്മകമായാലും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഒരുപാട് ജനാധിപത്യം ഉണ്ടെങ്കിൽ തകർന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് ഈ ഒരുത്തിരെ കേന്ദ്രീകരിച്ചത്? മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ആയിരുന്നില്ല. 1871 പാരീസ് കമ്മ്യൂൺ നടക്കും. 1870 വർഷം മാറി. പാരീസ് കമ്മ്യൂണിൽ ആദ്യമായിട്ടൊരു ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് വരികയാണ് പാരീസിൽ. അപ്പോൾ ആ ഗവൺമെൻറ് വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അധികാരം എല്ലാം വികേന്ദ്രീകരിച്ച് കൊടുത്തു. വികേന്ദ്രീകരിച്ച് കൊടുത്തപ്പോൾ എന്തായി? പുറത്തുള്ള ആളുകൾക്ക് എളുപ്പം വന്നിട്ട് ആക്രമിച്ച് അത് ഇല്ലാതാക്കാൻ പറ്റി. അതിനുശേഷമാണ് കാൾ മാർക്സ് തീരുമാനിച്ചത്, അല്ല ലെനിൻ തീരുമാനിക്കുന്നത്, അധികാര വികേന്ദ്രീകരണമല്ല, അധികാര കേന്ദ്രീകരണമാണ് ആവശ്യം. അതായത് കേന്ദ്രീകൃത ജനാധിപത്യം. അതാണല്ലോ സെൻട്രലൈസ്ഡ് ഡെമോക്രസി. അതാണ് CPM-ൻ്റെ ഒക്കെ ഫോം. ഇതാണ് അവരുടെ ലെനിനിസ്റ്റ് ചട്ടക്കൂട് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് വികേന്ദ്രീകരിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ താക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി? ഇപ്പോൾ ക്രിസ്ത്യൻ സഭകൾ ഇങ്ങനെ നിന്നു പോകാൻ കാരണം ഈ സഭയുടെ ഈ സമയം. കാരണം ഫൈനലി പിതാക്കന്മാർ കാർഡിനൽ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത് അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ ഈ നിലനിൽക്കുന്ന എല്ലാ സാമുദായിക സംഘടനകളും ഇതാണ് ഏറ്റവും കൂടുതൽ നിലനിന്ന സാധനങ്ങൾ. ഇവരൊന്നും വലിയ ജനാധിപത്യമല്ല. അത് നോക്കിയാൽ മതി, നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പൊ ജനാധിപത്യം പറയാനേ പറ്റുള്ളൂ. ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ? അതൊരു പരിധി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് രാജ്യത്തിനും കുടുംബത്തിനൊക്കെ ദോഷമാവും. ഇപ്പൊ അച്ഛനും മക്കളും തുല്യ അവകാശം കൊടുത്താൽ കുടുംബം എപ്പോഴും അടിച്ചു പിരിഞ്ഞു. കാരണം കുട്ടികൾക്ക് പക്വത ഉണ്ടാവില്ല. അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സ്വത്തൊക്കെ വിറ്റ് മോഹൻലാൽ ഞങ്ങൾ എസ്റ്റേറ്റ് ഒക്കെ വിട്ട് ഞാൻ സിനിമ പിടിക്കുന്നത്. സിനിമ പിടിക്കാൻ പോയാൽ എന്താ സ്ഥിതി? പിള്ളേർ അങ്ങനെ പറയും. അപ്പോൾ പിള്ളേർ മച്ചുതാവുന്നവരെ നമ്മൾ സ്വാതന്ത്ര്യത്തെയൊക്കെ കുറേ അവർ കട്ടയിൽ ചെയ്യേണ്ടി വരും. പതുക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ടൂ മച്ച് ഓഫ് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ചൈനയ്ക്ക് കാശ്മീർ സ്വാതന്ത്ര്യം കൊടുക്കണം, കേരളത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ജൈനി പിള്ളേർ അങ്ങനെ അവർ പറയുന്നത് ശരിയാണ്. ഇതൊക്കെ വേറെ നാഷണാലിറ്റീസ് ആണ്. നമ്മുടെ രാജ്യത്തിലെ ഉത്തരേന്ത്യക്കാരുടെ മാവാടികളുടെ സാധ്യത കൂടുതലായിരിക്കും. പക്ഷേ കേരളത്തിനൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തതിന് അടുത്ത ദിവസം പാകിസ്ഥാൻ നമ്മളെ വീഴുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ നമ്മളെ വീഴുന്നു. അവസാനം ഇവിടെ നമ്മളില്ലാതാവും, നമ്മളെ മതം ഇല്ലാതാവും, നമ്മളെ സംസ്കാരം ഇല്ലാതാവും, നമ്മൾ തന്നെ ഇല്ലാതാവും. അതിൽ നിന്ന് നല്ലത് ഇങ്ങനെ നിൽക്കുന്നതല്ലേ? അതെ, പിന്നെ തീർച്ചയായും ഇത് ജെന്നിലെ പിള്ളേർക്ക് മനസ്സിലാവില്ല ആ പ്രായത്തിൽ. ഇപ്പം ആ പ്രായമൊക്കെ കഴിഞ്ഞ് വന്ന് ഈ പ്രായത്തിൽ അവർക്ക് മനസ്സിലാവും. നമുക്ക് TDP, JDU ഇങ്ങനെ രണ്ട് കക്ഷികൾ, ഇവരെ അതായത് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീം ചെയ്തത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചടുല നീക്കമൊന്നും ഉണ്ടാകാറില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ അവൻ്റെ തലസമായിട്ടൊക്കെ ഇരിക്കും, പതുക്കെ നോക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പല സംസ്ഥാനങ്ങളും കൈവിട്ടു പോയത്. അപ്പം പിന്നെ DK ശിവകുമാറിനെ ഏർപ്പെടുത്തി. അപ്പോഴേ പുള്ളി ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് ഇവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരികയാണ്. ഇന്നലെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം TDPയെ ബന്ധപ്പെടുന്നു, JDUവിനെ ബന്ധപ്പെടുന്നു. അവരെയൊക്കെ ബന്ധപ്പെടാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള ആളുകളെ ഏർപ്പെടുത്തുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യമേ തന്നെ നോ പറയുന്നു. അപ്പം
സാധ്യതകൾ അടഞ്ഞിട്ടില്ല, വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള സന്ദേശം കൊടുക്കുകയല്ലേ. ആണ് ഈ നോ പറയുന്നത് വലിയ മോഡീനെ മുന്നിൽ വലിയ ഡിമാൻഡ് ആഭ്യന്തരം തരുമെന്നൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡി കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ അങ്ങോട്ട് പോകും. അവരെന്ത് വേണം കൊടുക്കും? നിതീഷിനെ വേണം പ്രധാനമന്ത്രിയാക്കും. നിതീഷ് എനിക്ക് തോന്നുന്നു മമതാ ബാനർജി അങ്ങനെ പറഞ്ഞു എന്നൊരു റിപ്പോർട്ട് ഞാൻ ഇവിടെ വായിച്ചു. നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണം. നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണം. ആ തള്ള മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഒരുമിച്ച് മത്സരിച്ചുകൂടായിരുന്നു. അവന് BJP അധികാരത്തിൽ വരില്ലായിരുന്നു. ഇവർക്ക് ഹാപ്പി ആയിരുന്നുകൂടായിരുന്നു. ആ തള്ളയാണല്ലോ ഉടക്കിയത്. നിതീഷിനെ കൺവീനർ ആക്കിയ തള്ളയാണല്ലോ ഉടക്കിയത്. തള്ളക്ക് ഇത് ആദ്യം പറഞ്ഞിട്ടായിരുന്നു. തള്ള സത്യം പ്രതീക്ഷയില്ല. ഇത് ഹോട്ടൽ ലോട്ടറി അടിച്ച അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാജ്യത്തിന് നല്ല ഗുണകരമായ ഒരു അവസ്ഥ അല്ലേ തോന്നുന്നു. രാജ്യത്ത് ഒറ്റ പാർട്ടി വേണം, ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP. ഒറ്റ പാർട്ടി സിസ്റ്റം വന്നാൽ രാജ്യത്തിന് ഉള്ളത്. ബാക്കിയൊക്കെ അവരെ അക്കോമഡേറ്റ് ചെയ്യാം. ഇവന്മാർക്ക് തലേക്ക് അവസരം കൊടുത്താണ്ടല്ലോ. രാജൻ പി ദേവ് പറഞ്ഞതിൻ്റെ പോലെ ആയി പോകും. ആ ഡയലോഗ് ഞാനിപ്പോൾ പറയുന്നില്ല.